ബീഹാറിൽ ഹിന്ദു ഘോഷയാത്രയ്ക്ക് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം. മുസഫർ ജില്ലയിലെ മീനാപൂരിലാണ് സംഭവം. മഹാവീർ പതാക ഘോഷയാത്രയ്ക്ക് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കല്ലെറിയുകയായിരുന്നു. കല്ലേറിൽ പോലീസ് ഇൻസ്പെക്ടർക്കും സബ് ഇൻസ്പെക്ടർക്കും നിരവധി ഭക്തർക്കും പരിക്കേറ്റു. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, വലിയൊരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. ഹിന്ദു ഘോഷയാത്ര അലങ്കോലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണോ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഈ നീക്കം നടത്തിയത്? രോഹിണി, ബീഹാറിലെ മുസഫർപൂർ ജില്ലയിലെ മീനാപുരിയിലാണ് ഇന്നലെ വൈകുന്നേരം ഈ ആക്രമണം അരങ്ങേറിയത്. അതായത് മഹാവീരി പതാക ഘോഷയാത്ര. സാധാരണ ഉത്തരേന്ത്യയിൽ ഈ ഹിന്ദു ദേവീദേവന്മാരുടെ ചിത്രം ആലേഖനം ചെയ്ത പതാകയുമായി ഘോഷയാത്ര നടത്തുന്ന ചടങ്ങുണ്ട്, മഹാവീരി പതാക ഘോഷയാത്ര. അത് വളരെ ആചാരപൂർവ്വം വളരെ ഭക്തിപൂർവ്വമാണ് അവർ നടത്തുന്നത്. വലിയ വ്രതശുദ്ധിയോടുകൂടിയാണ് ഭക്തജനങ്ങൾ ആ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ മീനാപുരിയിലൂടെ ഈ ഘോഷയാത്ര കടന്നുപോയപ്പോൾ സമീപത്തുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നും അപ്രതീക്ഷിതമായി കല്ലേറുണ്ടാകുകയായിരുന്നു. ഈ കല്ലേറിൽ ആ പ്രദേശത്തെ പോലീസ് ഇൻസ്പെക്ടർക്കും അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർക്കും നിരവധി പോലീസുകാർക്കും പരിക്കേറ്റു. മാത്രമല്ല ഘോഷയാത്രയിൽ പങ്കെടുത്ത നിരവധി ഭക്തർക്കും കല്ലേറിൽ പരിക്കേറ്റു. തുടർന്ന് ഈ അക്രമികളെ പിടികൂടാൻ പോലീസ് ശ്രമിച്ചപ്പോൾ ഇവർ അടുത്തുള്ള മുസ്ലിം പള്ളിയിലേക്ക് ഓടിക്കയറുകയായിരുന്നു. അങ്ങനെ മുസ്ലിം പള്ളിയിൽ കയറി ഈ അക്രമികളെ പിടികൂടാൻ ശ്രമിച്ച പോലീസിനെ അവിടെ സംഘടിച്ചെത്തിയ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തടയുകയായിരുന്നു. പിന്നീട് ഈ അക്രമികൾക്ക് അവിടെ നിന്നും രക്ഷപ്പെടുവാനുള്ള അവസരം ഒരുക്കുകയായിരുന്നു. ഏതായാലും വലിയ ഒരു സംഘർഷ സമാനമായ ഒരു സാഹചര്യമാണ് നിലനിന്നിരുന്നത്. പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം സംയമനം പാലിച്ചതിനാൽ തന്നെ വലിയൊരു വർഗീയ സംഘർഷം ഈ മേഖലയിൽ ഒഴിവായി എന്ന് വേണം വിലയിരുത്തുവാൻ. അതേസമയം തന്നെ ഈ പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. CCTV അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഇതേ മേഖലയിൽ തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ചില്ലുകൾ എറിഞ്ഞു തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ മേഖലയിൽ നിരന്തരം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും അവിടെ ഇപ്പോൾ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ സഹിതം രംഗത്തിറക്കിക്കൊണ്ട് അവിടെ ഈ മേഖലയിൽ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. രോഹിണി, നന്ദൻ, സമാധാനപരമായി നടത്തുന്ന ഇത്തരം ഹിന്ദു ഘോഷയാത്രകൾക്ക് നേരെ മനഃപൂർവ്വമായി തികച്ചും ആസൂത്രിതമായി നടത്തുന്ന ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പ്രവൃത്തിയെ നമുക്ക് എങ്ങനെ കാണാം? കാരണം വലിയ രീതിയിലാണ് ഇവർ ആ ഘോഷയാത്രയെ ആക്രമിക്കുന്നത്. നിരവധി ഭക്തർക്കാണ് പരിക്കേൽക്കുന്നത് എന്ന് മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരിക്കേൽക്കുന്നുണ്ട്. അപ്പോൾ എന്തുമാത്രം ആസൂത്രിതമായും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഇത് അലങ്കോലപ്പെടുത്തുക, നാശനഷ്ടം സംഭവിപ്പിക്കുക, അപകടമുണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയല്ലേ തികച്ചും ഈ പ്രവൃത്തി? രോഹിണി, വളരെ അപ്രതീക്ഷിതമായാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഈ ആക്രമണം ഉണ്ടായതെങ്കിലും അവർ വളരെ കൃത്യമായി ഗൂഢാലോചന നടത്തി വളരെ വെൽ പ്ലാൻഡ് ആയിട്ടായിരുന്നു ഈ ഒരു ആക്രമണം എന്നുള്ളതാണ് ശ്രദ്ധേയം. അവിടുത്തെ ചില തീവ്ര ഇസ്ലാമിക സംഘടനകളിൽപ്പെട്ട യുവാക്കളാണ് ഈ അക്രമത്തിൽ നേതൃത്വം നൽകിയത് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം സംഘടനകളെയും അതേപോലെ തന്നെ ഇതിലെ യുവാക്കളെയും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കല്ലെറിഞ്ഞവരെ CCTV ദൃശ്യങ്ങളിലൂടെയും മറ്റും തിരിച്ചറിഞ്ഞതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങളിലൂടെയാണ് മനസ്സിലാക്കിയത് കല്ലെറിഞ്ഞത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ അത്തരം സംഘടനകളിൽപ്പെട്ട ചില യുവാക്കളാണ് എന്നുള്ളത്. അതേസമയം തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും പോലീസ് നടത്തിയ നീക്കവും ഈ ആക്രമികൾ തടഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധേയം. നിരന്തരം ഈ മേഖലയിൽ സംഘർഷ സമാനമായ സാഹചര്യങ്ങൾ പലപ്പോഴും ഉടലെടുക്കാറുണ്ട്. അതേസമയം കൃത്യമായ സംയമനം പാലിച്ച ഒരു വിഭാഗം മുന്നോട്ട് പോകുന്നതിനാൽ തന്നെയാണ് സംഘർഷ
സാധ്യതകൾ പലപ്പോഴും ഒഴിഞ്ഞു മാറുന്നത്. ഇന്നലെ വൈകുന്നേരവും വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യതയായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത വിശ്വാസികൾ അവർ സംയമനം പാലിക്കുകയായിരുന്നു. അതേസമയം തന്നെ വളരെ പ്രകോപനപരമായ രീതിയിലായിരുന്നു ഇന്നലെ മുദ്രാവാക്യവും മറ്റും വിളിച്ചുകൊണ്ട് തക്ബീർ മുഴക്കിക്കൊണ്ടായിരുന്നു ഇത്തരം കല്ലേറുണ്ടായത് എന്നുള്ളതാണ് ശ്രദ്ധേയം. നിരന്തരം ഇവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഇത്തരം തീവ്ര ഇസ്ലാമിക സംഘടനകൾ സൃഷ്ടിക്കാറുണ്ടെന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗവും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. ചില നിരോധിത ഇസ്ലാമിക സംഘടനകളുടെ പോലും പ്രവർത്തനം ഈ മേഖലയിൽ വളരെ കാര്യക്ഷമമായി നടക്കുന്നു എന്നുള്ള വിവരങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഏതായാലും അത്തരം സംഘടനകളെയും മറ്റും കേന്ദ്രീകരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുന്നത്. രോഹിണി. ശരി. ബീഹാറിൽ ഹിന്ദു ഘോഷയാത്രയ്ക്ക് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം. മുസാഫൂർ ജില്ലയിലെ മീനാപൂരിലാണ് സംഭവം. മഹാവീരി പതാക ഘോഷയാത്രയ്ക്ക് നേരെയായിരുന്നു തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഈ ആക്രമണം ഉണ്ടായത്. കല്ലെറിയുകയായിരുന്നു ഘോഷയാത്രയ്ക്ക് നേരെ. കല്ലേറിൽ പോലീസ് ഇൻസ്പെക്ടർക്കും സബ് ഇൻസ്പെക്ടർക്കും നിരവധി ഭക്തർക്കും പരിക്കേറ്റു. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.